ഹലോ ഫ്രണ്ട്സ്, ഇൻട്രാഡേ ട്രേഡിംഗ് നടത്തുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആ, രണ്ട് മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, യു ഹാവ് ടു ഇവാലുവേറ്റ് ദ പെർഫോമൻസ് ഓഫ് ഇൻഡെക്സ് ഓഫ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നമുക്കറിയാം, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഇൻഡെക്സ് ആണ് നിഫ്റ്റി 50. അതിനകത്ത് 50 ടോപ്പ് പെർഫോമൻസ് ഉള്ള സ്റ്റോക്കുകളാണ് NSEയുടെ ഇൻഡെക്സ് ആയിട്ടുള്ള നിഫ്റ്റി 50യിൽ വരുന്നത്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഇൻഡെക്സ് ആയിട്ടുള്ള സെൻസെക്സിൽ ടോപ്പ് പെർഫോമൻസ് ഉള്ള 30 കമ്പനീസാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ ഇവരുടെ പെർഫോമൻസ് നോക്കിയതിന് ശേഷം ആയിരിക്കണം നമ്മൾ ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്യാനായിട്ട്. ഇപ്പോൾ രാവിലെ നമുക്കറിയാം 9:15 മാർക്കറ്റ് ഓപ്പൺ ആവും. അപ്പോൾ ആ സമയത്ത് ഒന്നല്ലെങ്കിൽ നല്ല ഹൈക്കിലായിരിക്കും, അല്ലെങ്കിൽ മാർക്കറ്റ് ചിലപ്പോൾ ഒരു ബിയറിഷ് ട്രെൻഡിലായിരിക്കും. അപ്പോൾ ബുള്ളിഷ് ആണോ ബെയറിഷ് ആണോ എന്ന് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ ഇവരുടെ ഈ ഇൻഡെക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഒരു 10 മണിയോടുകൂടി ഏകദേശം ഒരു കൺഫർമേഷനിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കും. നമുക്കറിയാം, ബിയറിഷ് ട്രെൻഡ് ആണെങ്കിൽ അതിനകത്ത് ഈ റെഡ് ഇങ്ക് കൊണ്ടുള്ള മാർക്ക് നമുക്ക് കാണാൻ സാധിക്കും. മൊത്തം മാർക്കറ്റ് ഡൾ സിറ്റുവേഷൻ ആയിരിക്കും. റെഡ് ഇങ്ക് കൊണ്ടുള്ള പോയിന്റ് ആയിരിക്കും കാണിക്കുന്നത് ബിയറിഷ് ആണെങ്കിൽ. ബുള്ളിഷ് ആണെങ്കിൽ അത് ഗ്രീൻ ഇങ്ക് കൊണ്ടുള്ള പോയിന്റ്സ് ആയിരിക്കും അതിനകത്ത് വരുന്നത്. അപ്പോൾ ബുള്ളിഷ് ആണെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ സ്റ്റോക്കുകൾ നോക്കിയതിന് ശേഷം അത് ബൈ ചെയ്യാൻ ശ്രമിക്കുക. ബെയറിഷ് ആണെങ്കിൽ അത് സെൽ ഓപ്ഷൻ കൊടുക്കുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. രണ്ടാമതായിട്ട്, റെസ്പെക്ട് സ്റ്റോപ്പ് ലോസ് ആൻഡ് ടാർഗറ്റ്. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു മികച്ച ടൂളാണ് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. അത് കമ്പൽസറി ആയിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ മൊത്തം തന്നെ അത് നഷ്ടപ്പെടുവാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ടാർഗറ്റ് കൊടുക്കുവാനായിട്ടും നമുക്ക് സാധിക്കണം. ഇത് കൃത്യമായിട്ടും നമ്മളൊരു ട്രേഡിങ്ങിൻ്റെ ഡിസിപ്ലിനായിട്ട് നമ്മളത് ഫോളോ ചെയ്യണം എല്ലാ ദിവസവും. അതുമാത്രമല്ല, ട്രേഡിങ്ങിനകത്ത് നമ്മൾ മൂന്നാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഓവർ ട്രേഡിംഗ് എന്ന് പറയും. അതിപ്പോൾ നമുക്ക് ട്രേഡിംഗ് നടത്തി പൈസ കിട്ടി, പിന്നെ നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ലഭിച്ച പൈസ നഷ്ടപ്പെട്ടു പോകാനൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഓവർ ട്രേഡിംഗ് ഒഴിവാക്കാനായിട്ട് പരമാവധി നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ NSEയുടെ വെബ്സൈറ്റൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം നന്നായിട്ട് നമ്മുടെ മാർക്കറ്റിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. അതാണ് മെയിനായിട്ട് ചെയ്യുന്നത്. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.